എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിലു അനിത്സൻ. ഷീ ന്യൂസ് എന്ന ഞാൻ ആരംഭിക്കുന്ന പുതിയ ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീ ന്യൂസ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു സ്ത്രീപക്ഷ ചാനലാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ പ്രസ്ഥാനമാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരിക്കലും ഇതൊരു സ്ത്രീപക്ഷ ചാനലല്ല. സ്ത്രീകളുടെ നിലപാടുകൾ മാത്രമല്ല, സ്ത്രീകളുടെ ആശയങ്ങൾ മാത്രമല്ല, പുരുഷന്മാർക്കും അതോടൊപ്പം തന്നെ ഇവിടെ പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അവരവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് ഷീ ന്യൂസിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരു വ്ളോഗ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ആശയങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദിയായിട്ടും ഒക്കെ തന്നെയാണ് ഞാൻ ഷീ ന്യൂസിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 16-ന് ഷീ ന്യൂസിൻ്റെ ലോഗോ പ്രകാശനം ഫേസ്ബുക്കിൽ ലൈവായി തന്നെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. 10 വർഷമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. 10 വർഷത്തെ മാധ്യമ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഈ ഒരു ഷീ ന്യൂസ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നത്. ഒരുപാട് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ കാരണം കുറേ ഒന്ന് നീണ്ടുപോയിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന് ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ ആശയങ്ങളും ഐഡിയാസും ഒക്കെ തന്നെ തുറന്നു പറയാനുള്ള, എല്ലാവർക്കും അവരവരുടെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഈ ഷീ ന്യൂസിനെ നോക്കിക്കാണുന്നത്. എൻ്റെ ചാനലിനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ കോൺടാക്ട് നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ തരുന്നതാണ്. ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും അതോടൊപ്പം ട്വിറ്ററിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെ എൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഷീ ന്യൂസിൻ്റെ പുതിയ വാർത്തകളുമായിട്ട് എത്തുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ പുതിയ ചില തെളിവുകൾ അല്ലെങ്കിൽ പുതിയ ചില കണ്ടെത്തലുകൾ, നിർണായകമായ ചില മൊഴികളൊക്കെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്ക് സ്ക്രീൻഷോട്ട് സഹിതം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ കൊണ്ടൊന്നും തന്നെ തീർന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു കാര്യമല്ല. തൊഴിലിടങ്ങളിൽ, സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറ്റു തൊഴിലിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അരാജകത്വങ്ങൾ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ നിർണായകമായ തെളിവുകൾ, മൊഴികൾ ഒക്കെ തന്നെ നമ്മൾ പുറത്ത് വിടുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ രീതിയിൽ ഷീ ന്യൂസ് ചർച്ച ചെയ്യപ്പെടും. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം.